തിരുവോണത്തിന് സദ്യവട്ടങ്ങൾ ഒരുക്കാൻ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഉത്രാടപ്പാച്ചിലിലാണ് മലയാളികൾ. രാവിലെ മുതൽ കടകമ്പോളങ്ങളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വലിയ തിരക്കാണ്. വസ്ത്രവ്യാപാര മേഖലയിലും കച്ചവടം ഉഷാറാണ്. വൈകിട്ടോടെ ഉത്രാടപ്പാച്ചിലിന്റെ വേഗം കൂടും. ഉത്രാടപ്പാച്ചിൽ മൂഡിലാണ് മലയാളികൾ. സംസ്ഥാനത്തെ ഓണച്ചന്തകളിലൊക്കെ വലിയ ജനത്തിരക്കാണ്. ഓണസദ്യ ഒരുക്കാനുള്ള ചിട്ടവട്ടങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഒട്ടനവധി പേരാണ് ചന്തകളിലേക്കും ചാല മാർക്കറ്റിലും അതുപോലെ തന്നെ കിഴക്കേക്കോട്ട മാർക്കറ്റിലും ഒക്കെ എത്തിച്ചേരുന്നത്. പച്ചക്കറികളും അതുപോലെ പൂക്കളും അതുപോലെ വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിക്കാൻ നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. തിരുവോണത്തിന് മുൻപ് എത്ര അവധികൾ ലഭിച്ചാലും മലയാളികൾ മടി പിടിച്ചിരിക്കും. ഉത്രാടപ്പാച്ചിലിന് അന്ന് പാഞ്ഞു നടന്ന് സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ മലയാളികൾക്ക് മനസ്സമാധാനമാവില്ല. ഓണം സമാധാനത്തോടെ തൃപ്തിയോടെ ഉണ്ണാൻ കഴിയില്ല. സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ ആകുമ്പോൾ ഇതുവരെ ലാഭത്തിലൊക്കെ കിട്ടും. നല്ലൊരു ഓണമല്ലേ, അത് സെറ്റ് ചെയ്യാതെ നമ്മളെ ഓണമല്ലേ, നമ്മളെയല്ല നമ്മളെ കേരളീയര ഇതല്ലേ. എങ്ങനെയുണ്ട് ഓണായിട്ട്? ഓണമൊക്കെ കൊള്ളാം, നല്ല ഓണം. നല്ല തിരിച്ചാരൊക്കെ ഉണ്ടല്ലോ. എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചോ? ആണോ? ഇനിയിപ്പോ നാളെ ഓണം ഉണ്ടാ മതി. നാളെ ഓണം ഉണ്ട്. തിരുവോണം പൊളി പൊളിക്കും. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ് നഗരങ്ങളെല്ലാം. ഇപ്പോൾ ഇതാ പച്ചക്കറി ചന്തയിലാണ് നിൽക്കുന്നത്. പച്ചക്കറി ചന്തകളെല്ലാം തന്നെ രാവിലെ മുതൽ സജീവമായിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. രാവിലെ മുതൽ തന്നെ എല്ലാവരും നാളത്തെ സദ്യവട്ടത്തിന്റെ ഒരുക്കത്തിലേക്ക് കടക്കുന്ന ആ ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പച്ചക്കറികൾക്കെല്ലാം പൊതുവേ ഇത്തവണ വില കുറവാണ് എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറികളുടെ കൂട്ടത്തിൽ വാഴയിലയും ഇത്തവണ വിൽപ്പനയ്ക്കുണ്ട്. ചേട്ടാ, ഇത്തവണ എങ്ങനെയുണ്ട് ഓണം? ഓണോ നല്ല ഓണമാണ്. വളരെ വലുതല്ലേ. 170 രൂപയുടെ സാധനമാണ് ഈ കാണുന്നത്. ചേട്ടാ, ഇത്തവണ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം വളരെ ജോറാണ്. ഓണമൊക്കെ എവിടെ എത്തി? ഓണം പഠിക്കൽ വരുത്തി. നമുക്കൊരു പാട്ട് പാടിയാലാ. കണ്ണുകളിടഞ്ഞു മധുരം പകരും നിറഞ്ഞു. അപ്പോൾ ഓണത്തിന്റെ ആഘോഷത്തിലാണ്, സന്തോഷത്തിലാണ് എല്ലാവരും. കച്ചവടങ്ങളെല്ലാം പൊടി പൊടിക്കുന്ന നേരത്തിലാണ് ഉള്ളത്. ഉത്രാടപ്പാച്ചിലാണ്. ഇപ്പം മഴയുടെ ചെറിയൊരു സാഹചര്യമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മഴ മാറി നിൽക്കുന്ന ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. എല്ലാ കച്ചവടക്കാരും, തുണിയായാലും പൂവായാലും മറ്റുള്ള കച്ചവടക്കാരായാലും. പൂ മേടിച്ചതാ. എന്തൊക്കെയാ മേടിച്ചേ? എല്ലാ കളറും വാങ്ങിയിട്ടുണ്ട്. ഓണ കളറാക്കാൻ തന്നെ. ഓണ കളറാക്കാം. കഴിഞ്ഞ പ്രാവശ്യം പൂവൊന്നും അങ്ങനെ ഇല്ലല്ലോ. പ്രാവശ്യം എല്ലാവരും ആഘോഷിക്കാൻ വിചാരിച്ചു. ഓണത്തിന് തിരക്ക് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യത്തിന് തെറ്റില്ലാത്ത തിരക്കാണ്. പച്ചക്കറി കൂടുതലാ. ഏതാണ് ഏറ്റവും പ്രധാനമായും കച്ചവടം പോകുന്നത്? കച്ചവടം പയറ്, പിന്നെ മുരിങ്ങ, അങ്ങനത്തെ വെണ്ടക്ക, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരും. എങ്ങനെയുണ്ട്? ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? നല്ല തിരക്കുണ്ട്. ഏറ്റവും കൂടുതൽ പോകുന്ന സ്റ്റോക്ക് എന്താ? എല്ലാം പോകുന്നുണ്ട്. ചുരിദാർ സെറ്റും ടോപ്പും ഒക്കെ പോകുന്നുണ്ട്. തിരുവോണത്തലേന്ന് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇഷ്ടപ്പെട്ട ഓണക്കോടി തിരഞ്ഞെടുക്കാനുള്ള ഉത്രാടപ്പാച്ചിലാണ് ആളുകൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.